ജപ്പാനിലും ഒരു പാലക്കാട് മുണ്ടൂരുണ്ട് എന്ന് എത്ര ആൾക്കറിയാം? ഞാൻ കാണിച്ചു തരാം, വരി. ഇത് കണ്ടോ, ആട്ടുകല്ല്, പിന്നെ അതേമാതിരി അമ്മി, ഉരല്, ഇങ്ങനത്തെ ഇത് കല്ലോട്ടുണ്ടാക്കിയ പാത്രങ്ങൾ, ഇതൊക്കെ ജപ്പാനിലാണെന്ന് ഓർക്കുക കേട്ടോ. നമ്മളെ പഴയ നടുമുറ്റല്ലേ, പഴയ കാലത്തുള്ളവർക്കറിയാം. ഇതാ ഇതുപോലെ ഉണ്ടാവും. ഇതാ നടുമുറ്റം എന്ന് അതിന് പറയൽ. അവിടെ ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോരുക. ഇവിടെ നമ്മളെ ദൈവങ്ങളെ ഫോട്ടോകൾ, അതേപോലെ ഇതാ ഭഗവാന്മാരെല്ലാവരും ഉണ്ട്. പിന്നെ ഇതാ പഴയ ആൾക്കാർ ഇരിക്കണ കസാര, അന്നത്തെ കട്ടിലായത്. പിന്നെ അന്നത്തെ മുറുക്കാൻ പാത്രവും കാര്യങ്ങളും, കൊളാമ്പി ഐറ്റംസുകൾ, ഏതാ നമ്മളെ തമ്പുരാക്കന്മാരിരിക്കുന്നത് അങ്ങനെ അടിയിരിക്കും അവർ. പിന്നെ നമ്മളെ കർഷകർക്ക് അന്നത്തെ തൊപ്പിക്കൊട, ഇത് പഴയ കുടയാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ചന്തമുണ്ട്. ഉള്ളത് പറയുന്നത് എന്താ, ആ വീടിൻ്റെ പാക്കുകൾ ഉണ്ടെങ്കിൽ ഒരു എൻജിനീയറും ഇല്ല. ആ കാലത്ത് നല്ല ആശാരിമാരായിരുന്നു കുറ്റിയടിക്കലും കാര്യങ്ങളൊക്കെ. അവർ ഉണ്ടാക്കിയ അതേ സെയിം ഇവിടെ ഇതൊന്ന് വെച്ചിട്ടുണ്ട്. ഇവർ നീ മുകളിലൂടെ ഒന്ന് കയറി പോകട്ടെ, വാ. കാര്യമായിട്ട് കുറേ റൂമുകളാണ്, ബെഡ്റൂമുകൾ, അന്നത്തെ മുറികൾ. അന്ന് കണ്ടോ, അന്ന് വാതിലിന് പകരം നിരപ്പളി ഇട്ട് കേട്ടച്ച, നിരപ്പലക അതായിരുന്നു നാട്ടിൽ അന്ന് ഉണ്ടായിന്. ഇതിൻ്റെ മുകളിലും ഉണ്ട് നമ്മളൊരു അറ, പക്ഷേ ഒരു കയറാൻ പ്രയാസം. നമുക്ക് നല്ല ഒരു എങ്ങനെയാണ് ഒരു പഴയ തറവാട് അതുപോലെ ഉണ്ട്. ആ ഇതാ നമ്മളെ പൊന്നൊക്കെ വരികയാണെങ്കിൽ ഇതിലെ വെക്കൽ. അന്ന് ഇത് വെച്ചിട്ട് പൂട്ടും. അതിൻ്റെ തറവാട്ട് കുറേ ഞാൻ കണ്ടതാ. ടോയ്ലറ്റ് ഒക്കെ മരത്തോണ്ടില്ലേ. നമ്മളെ പഴയകാല കിച്ചൺ ആട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ. ആദ്യത്തെ ഡൈനിങ് ടേബിൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരി, നമ്മളെ നിലത്തിരുന്നിട്ടുള്ള ഒരു പലക വെച്ചുകൊണ്ടൊരു ഇരുത്തുണ്ടേനി. അത് ഇന്ന് നമുക്ക് നാട്ടിൽ കാണാൻ കഴിയൂല. അത് ഇതവിടെ അട്ടി വെച്ചിന്. അത് കഴിഞ്ഞ് ആ കിച്ചണിലേക്ക് എടുത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയേ, തേങ്ങ ചിരണ്ടുന്ന് ഇതാ അതിൻ്റെ പല വേർഷൻ. പിന്നെ അതുപോലെ തവി എന്ന് പറയും, ഞങ്ങൾ കയ്യിലെന്ന് പറയും. പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, കലം, ചെമ്പ്, സ്റ്റീല്, ഇങ്ങനത്തെ അടുപ്പ് വേറൊന്ന്. ഇതൊക്കെയാണ് പഴയ അടുപ്പ്. ഇങ്ങനെയായിരുന്നു. ഇതൊന്നും പഴയ കാലത്ത് ഉണ്ടായില്ല, ഇതൊക്കെ ഇപ്പോൾ വെച്ചതായിരിക്കും. നമ്മളെ കാലത്തൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാ പുട്ടും കുറ്റി, അതാ മുമ്പ് മൂലയാർക്ക് ചോറുണ്ടോണേ. ഇതാ ചെമ്പ്. ഇത് നാട്ടിൽ തന്നെ കാണാൻ കിട്ടുന്നില്ല. റാന്തല്, ഒരുപാട് ഐറ്റംസ് കിട്ടോ. എന്താ ഒരു റൂം ഇവിടെ. പിന്നെ അതുപോലെ സ്റ്റോർ റൂം. ഇതാ നമ്മളന്ന് നെല്ലും കാര്യങ്ങളും പൈസകൾ ഇതൊക്കെ വെക്കൽ സൂക്ഷിക്കണ ഒരു സ്ഥലം. പത്തായത്തിൽ നെല്ലും പിന്നെ ഖജനാവും. പഴയ കാലത്ത് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പ്രസവിച്ചാൽ ഓൽക്കുള്ള റൂമായിരുന്നു ഇത്. ഓൽക്ക് കുളിക്കാനും എല്ലാ സൗകര്യവും ഒക്കെ ഇവിടെ. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറക്ക് തിരിയില്ല.